ഡോക്ടറെ കാണണ്ടേ? കണ്ടു. ബാലചന്ദ്രൻ തന്നെ കൂടെ വന്നു. എല്ലാ ടെസ്റ്റും നടത്തി. കണ്ണിന്റെ മാത്രമല്ല, ഹാർട്ടിന്റെ, പ്രഷറിന്റെ ഒക്കെ ബാലചന്ദ്രന്റെ ഏർപ്പാടായിരുന്നു. കണ്ണിന് ഓപ്പറേഷൻ വേണം, അതിന് ടൈമായിട്ടില്ല. ബാക്കി ശരീരത്തിന് ഒരു തകരാറുമില്ല. നല്ല വിനയം, നല്ല തറവാടിത്തം. പഠിച്ച കുട്ടികളെ കാലത്ത് ഇങ്ങനെ കാണാൻ പ്രയാസ. ആ കുട്ടി നളിനിയെ, നിന്റെ ഏടത്ത് വിശാലം ഒന്ന് കണ്ടു പഠിക്കട്ടെ. പിന്നെ വളഞ്ഞ മൂക്ക് പിടിക്കാണ്ട് ബാലചന്ദ്രൻ കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറഞ്ഞു. അതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇതൊന്നും നടന്നില്ലെങ്കിലും മാസ്റ്ററോടുള്ള സ്നേഹം, ബഹുമാനം ഒക്കെ എന്നും ഉണ്ടാവും. നടന്നാ കൂടുതൽ സന്തോഷം. അപ്പറഞ്ഞതിലാണ് യഥാർത്ഥ യോഗ്യത. ഞാൻ സമ്മതിച്ചു. എന്ത്? കല്യാണം. നിനക്ക് 28, നളിനിക്ക് 25. നക്ഷത്രവും കുഴപ്പമില്ല. ജാതകം വേണമെങ്കിൽ ഒരു ചടങ്ങിന് പിന്നെ നോക്കാം. എനിക്ക് നിർബന്ധമില്ല കേട്ടോ. എന്തോ എനിക്ക് അങ്ങനെ ദൈവാധീനുണ്ട്. ദൈവാധീനം തന്നെ. ബാലചന്ദ്രൻ എങ്ങനെയൊന്നും തോന്നാൻ വേറെന്താ? ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ മകൻ. നമ്മുടെ വീട്ടിൽ എന്ത് കോപ്പാളുള്ളത്? മുകളിലെല്ലാം കണ്ടിരിക്കുന്ന ഒരാളാണ്. ഒക്കെ നിശ്ചയിക്കണമെന്ന് വിചാരിച്ച് അഹങ്കരിക്കാതെ ശിരസ് കുനിച്ച് ഭാഗ്യം ഏറ്റുവാങ്ങണം. എന്താ നിനക്കൊരു ചിന്ത? ഒന്നുമില്ല. ആ കിടന്നോ. ഞാൻ രാവിലെ ആ 7:30 വണ്ടിക്ക് പോകും. അതാ സൗകര്യം. കാറിൽ അയക്കാന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. ഹേയ്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അവരൊരു ദിവസം അങ്ങോട്ട് വരേണ്ടി വരും, ഒരു നാട്ടു നടപ്പിന്. ആ, ഞാനത് ബാലേന്ദ്രനായിട്ട് കത്തറപാട് നടത്തി നിശ്ചയിച്ചോളാം. അച്ഛനൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒറ്റയ്ക്ക് നിശ്ചയിച്ചാലോ? വേറെ ആരോട് പറയാൻ? വിശാലത്തിനോടും കൂട്ടനോടും ഒന്ന് പറയണം. ആ, സീതാലക്ഷ്മിക്ക് ഒന്ന് എഴുതണം. വേറെ ആരോട് പറയാൻ? എനിക്ക് സമ്മതമാണെന്ന് ചോദിക്കാൻ അച്ഛൻ മറന്നു. എന്റെ ഭാഗ്യെന്നോ നിന്റെ അമ്മ ചെയ്ത സുഹൃത്തെന്നോ എന്താ പറയേണ്ടത്? ഞാൻ എന്റെ മഹത്വമല്ല. ഒരു പക്ഷേ നീ കാരണമായി വലിയൊരു സ്ഥാനം ആൾക്കാരുടെ ഇടയിൽ എനിക്ക് കിട്ടാൻ മരിച്ചുപോയവരുടെ പ്രാർത്ഥന ഉണ്ടാവും. നിനക്കിതിലും വലിയത് എന്താ ഇനി നേടാനുള്ളത്? വിശാലം, സീതാലക്ഷ്മി, എല്ലാവർക്കും ഇതിലും മീതെ എന്താ സന്തോഷം ഉണ്ടാവാൻ വേണ്ടത്? അച്ഛൻ, വിശാലടത്തി, സീത, പിന്നെ ഞാൻ. ഇവരെ കൂടാതെ ഒരാൾ കൂടെ ഉണ്ടല്ലോ അച്ഛാ നമ്മുടെ കൂട്ടത്തില്. വേറെ ആരെനിക്ക്? നിന്റെ അളിയന്മാർക്ക് മാമൂലൊന്നും എഴുതണം, അത്ര തന്നെ. ഒരാളെ വിട്ടുപോയി. കൃത്യമായി വീട്ടുപണി, അച്ഛന്റെ ശുശ്രൂഷ, കൃത്യമായി അച്ഛനെ പണം എണ്ണി ഏൽപ്പിക്കൽ, ഇതെല്ലാം യന്ത്രം പോലെ ചെയ്യുന്ന ഒരാൾ. അതച്ഛൻ മറന്നു. അമ്മക്കുട്ടി MA MB ഒക്കെ പഠിച്ചൊരു ഓഫീസറെ എലിമെന്ററി സ്കൂളിലെ മിസ്ട്രസിന് ആരെങ്കിലും ആലോചിക്കൂ? കാര്യം എന്റെ മരുമകളാണ്. അവൾ അങ്ങനെ ചിന്തിക്കൂ? അവൾ അത്ര ബുദ്ധിയില്ലാത്തതൊന്നുമല്ല. ഞാനിവിടെ എത്തിപ്പെട്ടതിന് ആരാ സഹായിച്ചത്? അത് മറക്കാൻ പറ്റില്ലല്ലോ. ദൈവാനുഗ്രഹം അമ്മക്കുട്ടിയുടെ രൂപത്തിലാണ് നമ്മുടെ വീട്ടിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അത് അച്ഛനെ മറക്കരുത്. സൗകര്യത്തില് വല്ല ചെറിയ ഉദ്യോഗമുള്ള നല്ലൊരാള് വരുമ്പോ അവളുടെ കല്യാണം ഞാൻ നടത്തും. അതും എന്റെ മനസ്സിലുണ്ട്. അവളുടെ കുറച്ച് പണം എന്റെ കയ്യിലുണ്ട്. ഞാനെടുത്ത് ചെലവാക്കിയിട്ടുണ്ടാവും. അതിന്റെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് കൊടുത്താൽ തീരില്ലേ? തീരുവോ? തീരും നല്ല ഉറപ്പാണ് അച്ഛന്. നീതിമാൻ സത്യവാനൊക്കെ ആണല്ലോ അച്ഛൻ. ആളുകൾ പറയുന്നതാണ്. തീരുമെന്നുള്ളിൽ നല്ല വിശ്വാസമുണ്ടോ അച്ഛന്? ആയുഷ്കാലത്തില് സൗഭാഗ്യം, ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴേ വരൂ. അത് കണ്ടില്ല എന്നടിച്ച് നടന്നാൽ മഹാലക്ഷ്മി പുറംകാലം കൊണ്ട് അടിക്കുന്ന അനുഭവ. അവള് നമ്മുടെ കുട്ടിയാ. നിനക്കൊരു നല്ല കാര്യം വരുമ്പം അവളും സന്തോഷിക്കല്ലേ വേണ്ടത്? ഒരു മനസ്താപവും വേണ്ടാന്ന് ഞാൻ അവളോട് പറഞ്ഞോളാം. നീ അതാലോചിച്ച് മനസ്സ് പുണ്ണാക്കേണ്ട കാര്യമില്ല. ഞാൻ ബാലചന്ദ്രന് വാക്ക് കൊടുത്തു രാജ. എന്റെ ആയുസ്സില് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റി നടന്നിട്ടില്ല. മകളെ കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ അയാളെന്നെ പിരിച്ചുവിടുവൊന്നുമില്ല. ആ പേടി വേണ്ട. ആ പേടിയില്ല. പക്ഷേ ബാലചന്ദ്രന്റെ മുമ്പ് പോയി വാക്ക് പറഞ്ഞതൊക്കെ തെറ്റ് എന്ന് ഞാൻ വീണ്ടും പറയണ്ടേ? വ്യവസ്ഥയില്ലാത്ത വാക്ക് പറയുന്നവനാണ് മാധവ മാഷെന്ന് ആളുകൾ പറയാനിട വന്നാൽ എനിക്കിനി ഈ ഒറ്റാൻ തടിയും വെച്ച് എത്ര കാലം പിന്നാലെ പോകേണ്ടവൾ മുമ്പേ പോയി. അങ്ങനെ ഒരു നാണക്കേടിനിട വന്നാൽ
ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാനൊരു കഷ്ണം കയറ് ചെലവാക്കും. മാധവ മാഷ് വെറും വാക്ക് പറയില്ല, സ്വന്തം മകനോടായാൽ കൂടി.